7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വസുദേവ്, അദ്വൈത്, ശ്രീദേവ് കൂടിയിട്ട് അവരുടെ പാഠഭാഗത്തുള്ള ഒരു പരീക്ഷണം ഇന്ന് കാണിച്ചതാണ്. പാഠഭാഗം താപം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗത്തിൽ നമ്മളിപ്പം ഇവരിപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു PVC പൈപ്പാണ്. അതിനെക്കുറിച്ച് വസുദേവ് വിവരിക്കുന്നുണ്ട്. അതിൻ്റെ 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പെൻസിലിൻ്റെ വണ്ണം ഉണ്ടാക്കുക എന്നാണ്. ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വെച്ച് PVC പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം എന്താ പറയുക കത്തിച്ച് വെച്ച്, എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ഒരു ചന്ദനത്തിരി കത്തിച്ച് ഈ പുക ഉയരുന്നത് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. PVC പൈപ്പിനകത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തിലേക്ക് ദ്വാരത്തിലൂടെയുള്ള ഒരു തണുത്ത വായു പ്രവഹിക്കുന്നതും ഈ പ്രവാഹത്തോടൊപ്പം തന്നെ ചന്ദനത്തിരിയുടെ പുകയും അകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അകത്ത് കിടന്ന വായുവിൽ ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടെ ദ്രാവകങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ പൈപ്പിനകത്തെ വായുവിൽ താപം വ്യാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ ആണ് താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. തന്മാത്രയുടെ ചലനം മൂലമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ പരീക്ഷണത്തിൽ കാണാൻ പറ്റിയത്. അപ്പോൾ പരീക്ഷണമാണ് ഇവരിവിടെ ചെയ്തത്. കുറേ ദിവസമായി പരീക്ഷണം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാഠഭാഗം.